നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC 2025 നടത്തിയ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. റിലേറ്റഡ് ഫാക്ട്സും പറയുന്നുണ്ട്. 150-ലധികം ക്വസ്റ്റ്യൻസ് ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം റണ്ണിങ് ആണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്, വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ്? ലാഹോർ ആണ്. ലാഹോർ ആണ് 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. അപ്പൊ ഏറ്റവും കൂടുതൽ മലിനവായുവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2024 ഇന്ത്യയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ്. ആഫ്രിക്കയിലെ റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളെ അവരുടെ ഭരണ കാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതുക. ആദ്യം ശ്രീഗുപ്തനാണ്, രണ്ടാമത് ചന്ദ്രഗുപ്ത ഫസ്റ്റ്, മൂന്നാമത് സമുദ്രഗുപ്തൻ, നാലാമത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം ഏത്? 1398 ആണ്. 1398. ആധുനിക അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ തിമൂറിഡ് സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരിയാണ് തിമൂർ. നശീകരണത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന തിമൂർ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിന്റെ കുറെ കൃതികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. 1.25 കോടി മലയാളികൾ, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട് ഇവയൊക്കെ രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA May 21 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് OA അതുപോലെ ലാബ് അസിസ്റ്റന്റ് June 21 പരീക്ഷ. ഈ രണ്ട് പരീക്ഷകൾക്കും വേണ്ടി 50 days റിവിഷൻ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും സിലബസ് ബേസ്ഡ് ആയിട്ട് ഞാൻ പഠിക്കാൻ പോർഷൻസ് തരും കേട്ടോ. ടൈം ടേബിൾ 50 ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ Day 1 Day 2 ആയിട്ട് പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോ ദിവസം എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. രാത്രി 10 മണിക്ക്. രാത്രി 10 മണി തൊട്ട് PSC നടത്തുന്ന അതേ പാറ്റേണിൽ നെഗറ്റീവ് ഉൾപ്പെടെ കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈം ടേബിളിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് എല്ലാ പോർഷൻസും, കറണ്ട് അഫയേഴ്സ് അതുപോലെ SCERT ഫുൾ സിലബസ് കവറേജ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ റിവിഷൻ ആണ് നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റുന്നത്. ഈ ലാസ്റ്റ് മിനിറ്റ് ഇനി പുതിയ പുതിയ പോർഷൻസ് പഠിക്കുകയല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇത്രയും പരീക്ഷകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനു വേണ്ടി, ഫയർമാൻ, ഫയർ വുമൺ, സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. അതുപോലെ ജനറൽ PSC ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. എല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇനി വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കമ്പനി LGS, ഡിഗ്രിക്കാർക്ക് പോലും എഴുതാൻ സാധിക്കുന്ന കമ്പനി LGSന് വേണ്ടി 90 days സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഞാൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ബാച്ച് കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. VFA ഒക്കെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് ആണ്. ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ കോഴ്സുകളിൽ ഫുൾ സിലബസ് കവറേജ്, പുതിയ SCERT, പഴയ SCERT, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NCERT ക്ലാസ്സുകൾ, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് കിട്ടും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിലും കിട്ടും, നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും അവൈലബിൾ ആയിരിക്കും. കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്കും കിട്ടും കേട്ടോ.
താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിന്റെ നേതാക്കന്മാർ, അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതുക. ബഹദൂർ ഷാ സെക്കൻഡ് നേതൃത്വം നൽകിയത് എവിടെയാണ്? ഡൽഹിയിലാണ്. കൻവർ സിംഗ് നേതൃത്വം നൽകിയത് എവിടെയാണ്? ആരയിലാണ്. നാനാ സാഹിബ് കാൺപൂർ, റാണി ലക്ഷ്മിഭായ് ഗ്വാളിയോർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് എപ്പോഴും ചോദിക്കാറുണ്ട്. മൗലവി അഹമ്മദുള്ള. മീററ്റിൽ ഖദം സിംഗ് ആണ് നേതൃത്വം നൽകിയത്. ലക്നൌവിലോ ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഏത്? 2025 ജനുവരി 19 താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. അപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കാരണമായ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം നടന്നത് 2023 2023 ഒക്ടോബർ മാസം 7. ഹമാസ് എന്നത് പാലസ്തീൻ അനുകൂല സംഘടനയാണ്. ഇപ്പൊ 2023 ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ് എന്നത്. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കെ അരവിന്ദാക്ഷനെ 2024 ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയ കൃതി ഏതാണ്? ഗോപ എന്ന കൃതിയാണ്. 2023 ആർക്കാ ലഭിച്ചത്? PN ഗോപികൃഷ്ണനാണ് ലഭിച്ചത്. ഏത് കൃതി? കവിത മാംസഭോജിയാണ് എന്ന കൃതി. 2022 ആർക്കാ ലഭിച്ചത്? അംബികാസുധൻ മാങ്ങാട്. കൃതി ഏതാ? പ്രാണവായു എന്ന കൃതിക്കാണ് ലഭിച്ചത്. 2022 അംബികാസുധൻ മാങ്ങാട്, 2023 PN ഗോപികൃഷ്ണൻ, 2024 കെ അരവിന്ദാക്ഷന്റെ കൃതികൾ അലക്ക് യന്ത്രം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. പുതിയ ഗോത്രത്തിന്റെ ഉൽപ്പത്തി, പിന്നെ സാക്ഷിമൊഴി എന്നിവയെല്ലാം ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. ഗോപ എന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം. 2024 ഓടക്കുഴൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത്. അത് നോവലാണ്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടതാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, ജനകീയ ഹാസ്യ കവി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസം മെയ് 5. കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ. ഇത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച സ്മാരകമാണ്. കുഞ്ചൻ സ്മൃതി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആര്? മനു ഭാക്കർ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിലാണ് ലഭിച്ചത്. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതും മനു ഭാക്കർ ആണ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ ജേതാവുമാർ തന്നെയാണ് മനു ഭാക്കർ. മനു ഭാക്കറിന്റെ കായിക ഇനം ഷൂട്ടിംഗ് ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ ശരിയായ ക്രമത്തിൽ യോജിപ്പിക്കുക. വർണ്ണരാജി എം ലീലാവതിയുടെ കൃതിയാണ്. സഫലമീ യാത്ര NN കക്കാടിന്റേതാണ്. ശ്യാമമാധവം പ്രഭാവർമ്മ. മധുരം നിന്റെ ജീവിതം KP അപ്പൻ. അപ്പൊ ഇവിടെ ശ്യാമമാധവം പ്രഭാവർമ്മ എന്ന് നമ്മൾ കോമൺ ആയിട്ട് പ്രഭാവർമ്മയുടെ കൃതികൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പൊ ഈ 3 കിട്ടിയാൽ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക്, ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഓക്കെ. ഓലച്ചൂട്ടിന്റെ വെളിച്ചം ആരുടെ കൃതിയാ? ബാലസാഹിത്യ കൃതിയാണ്. PK ഗോപി. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം സുഭാഷ് ചന്ദ്രൻ. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? മിതോഷ്ണ പ്രദേശങ്ങളിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക?
പ്രസ്താവനാ രീതിയാണ്. പ്രസ്താവനാ രീതി സാധാരണക്കാർക്ക് പോലും എളുപ്പം മനസ്സിലാകുന്ന രീതിയാണ് പ്രസ്താവനാ രീതി. അപ്പോൾ ഭൂപടങ്ങളിലെ തോത് രേഖപ്പെടുത്തുന്ന 3 രീതികൾ ഏതൊക്കെ? പ്രസ്താവനാ രീതി അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ, ഭിന്നക രീതി അഥവാ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, രേഖാരീതി അഥവാ ലീനിയർ സ്കെയിൽ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏത്? ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല. ഉപദ്വീപീയ പീഠഭൂമി. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മാധവ് ഗാഡ്ഗിലിനാണ് ലഭിച്ചത്. അപ്പൊ UN-ന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. ഇത് 2005 മുതലാണ് ഐക്യരാഷ്ട്രസഭ നൽകി തുടങ്ങിയത്. 2024 ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിൽ. മറ്റു വ്യക്തികൾ, അദ്ദേഹത്തിന് മാത്രമല്ല ലഭിച്ചത് 2024. മറ്റു വ്യക്തികൾ ഗബ്രിയേൽ പോൺ, ആമി ബോവേഴ്സ് കോർഡാലിസ്, ലൂ ക്വി, ഈജിപ്ഷ്യൻ സംരംഭമായ സീക്കം, സോണിയ ഗജ്വാര എന്നിവർക്കാണ് ലഭിച്ചത് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2024. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. നബാർഡ് രൂപീകരിച്ചത് 1982 ജൂലൈ മാസം 12 ജൂലൈ മാസം 12. അടുത്ത ചോദ്യം, 1-ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആര്? KN രാജാണ്. KN രാജ. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951-56. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത ഓപ്ഷനില് VKRV റാവുവിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? സുസ്ഥിര വികസനമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇപ്പൊ സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, ഇവയെല്ലാമായിരുന്നു 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത്? ജൈവ കൃഷിരീതികൾ അവലംബിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. ബാക്കിയൊക്കെ ലക്ഷ്യങ്ങളാണ്. വ്യാവസായിക മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം, സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നിവ. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യവും വന്നിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച്. കുടുംബശ്രീ ആരംഭിച്ച സമയത്തത് 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9-ാം പഞ്ചവത്സര പദ്ധതി. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം, ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകളുണ്ട്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ലോക്സഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും രൂപം കൊണ്ടതാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91ാമത് ഭരണഘടനാ ഭേദഗതി. വർഷം ഏതാ? 2003 ആണ്. 2003. അപ്പോൾ 91ാമത് ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരമാവധി നിജപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടുതൽ പാടില്ല എന്നതാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട ഭേദഗതി 52ാമത് ഭരണഘടനാ ഭേദഗതി 1985. 61ാമത് ഭരണഘടനാ ഭേദഗതി നിയമം വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 61ാമത് ഭരണഘടനാ ഭേദഗതി. 71ാമത് ഭരണഘടനാ ഭേദഗതിയോ 8ാം പട്ടികയിൽ ഔദ്യോഗിക ഭാഷകളായി കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ 3 ഭാഷകൾ കൂട്ടിച്ചേർക്കാനിടയായ ഭരണഘടനാ ഭേദഗതി 71ാമത് ഭരണഘടനാ ഭേദഗതി. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്നും രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിന്റേതാണ്?
കുവൈറ്റിൻ്റെതാണ്. ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്നത് കുവൈറ്റിന്റെ പരമോന്നത സിവിലിയൻ പദവിയാണ്. ഇതിവിടെ ചോദിക്കാനുള്ള കാരണം 2024 ഈ ഒരു പദവി ആർക്ക് ലഭിച്ചു? നരേന്ദ്രമോദിക്ക് ലഭിച്ചു. 2024 മുബാറക് അൽ കബീർ പദവി ലഭിച്ച വ്യക്തി ആരാണ്? നരേന്ദ്രമോദിയാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു എന്നിവയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. കാരണം നിലവിൽ ആരാണ്? A. ഷാജഹാൻ ആണ്. A. ഷാജഹാൻ. നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ ആണ്. രത്തൻ യു ഖേൽക്കർ. അടുത്ത ചോദ്യം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? ഏറ്റവും കൂടുതൽ 100 ദിവസമാണ്. 100 ദിവസം. അപ്പൊ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോ വേതനം കേരളത്തിൽ 369 രൂപയാണ്. കേരളം 4ാം സ്ഥാനത്താണ്. 369. 2024-25 346 രൂപയായിരുന്നു കേരളത്തിന്റെ വേതനം. 346 രൂപയിൽ നിന്നും 369 രൂപയിലേക്ക് കേരളത്തിന്റെ വേതനം ഉയർന്നു. ഇനി ഏറ്റവും ഉയർന്ന തൊഴിലുറപ്പ് വേതനമുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. 400 രൂപയാണ് ഹരിയാനയുടെ വേതനം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലേതാണ്? KSEB ആണ്. KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിംഗിനായി ഡേറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണ ശേഷി മാത്രമേ ഉള്ളൂ. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗിനായി പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡേറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏത്? തെറ്റായ IP കോൺഫിഗറേഷൻ, ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ. അപ്പൊ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. IT Act 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു. അടുത്ത ചോദ്യം, എന്താണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത്? ഓരോ പൊതു അധികാര സ്ഥാനത്തിന്റെയും പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന് വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതും പൊതു അധികാര സ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്തിമാക്കുന്നതിന്. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഏതൊക്കെയാണ്? സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. മുതിർന്ന പൗരനുള്ള ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത്? ഇവിടെ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് അനുയോജ്യമായ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും വയോജനങ്ങളെ സംരക്ഷിക്കുക. അപ്പൊ മേൽപ്പറഞ്ഞ Aയും Bയും ഉത്തരമായി സ്വീകരിക്കാം എന്നതാണ് കറക്റ്റ്. ഏതെല്ലാം അവകാശങ്ങളാണ് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 എടുത്ത് പറയാവുന്നത്? ഹർജിക്കാരിക്ക് അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണ ഉത്തരവ്, ധനസഹായം, ജീവനാംശം നൽകുന്നതിനുള്ള ഉത്തരവ്, കുട്ടികളുടെ താൽക്കാലിക സംരക്ഷണ ഉത്തരവ്, നഷ്ടപരിഹാര ഉത്തരവ് എന്നിവ. ഇതാണ് കറക്റ്റ്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് പോക്സോ നിയമം 2013 പ്രകാരം എത്ര നാളത്തെ ശിക്ഷയാണ് നൽകുന്നത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ B കുറഞ്ഞത് 3 വർഷം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകത്തിന്റെ പേരെന്താ? കളിത്തോണി എന്നതാണ്. കളിത്തോണി. ചോദ്യം, ആത്മസാക്ഷാത്കാരം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ കർക്കശമായ അച്ചടക്കം അനിവാര്യമാണെന്ന് സിദ്ധാന്തിച്ചത് ആശയവാദമാണ്.
അടുത്ത ചോദ്യം, പിന്നാക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം ഏതാണ്? കണ്ടള ലഹളയാണ്. കണ്ടള ലഹള. അടുത്ത ചോദ്യം, 1856 വിധവ വിവാഹ നിയമത്തിന് കാരണമായത് പ്രധാനമായും ആരുടെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനമായിരുന്നു? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. യങ് ഇന്ത്യ എന്ന പത്രം ആരുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. ഫ്രഞ്ച് വിപ്ലവത്തിൽ തകർന്നുപോയ രാജവംശം ഏതായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിൽ തകർന്നുപോയത് ബൂർബൻ രാജവംശം. ശീതസമരം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ആരായിരുന്നു? ശീതസമരം ബെർണാഡ് ബറൂച്ച്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക അമ്പയറായ മലയാളി ആരാണ്? ഫൈൻ സി ദത്തൻ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ബാരോമീറ്റർ ആണ്. ഏത് സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 180 ഡിഗ്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത്? ചിനൂക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അസംസ്കൃത സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കർണാടകയാണ്. കർണാടക. ഘാട്ട് കരാറിന് പകരമായി 1995 അന്താരാഷ്ട്ര തലത്തിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏതാണ്? WTO ആണ്. NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ജേർണൽ അല്ലെങ്കിൽ മാഗസിൻ സർവേക്ഷണയാണ്. സർവേക്ഷണ. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ളത് 3ഉം 4ഉം ആണ്. ബാക്കി രണ്ടും ശരി. 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വൻകിട ജലസേചന പദ്ധതികൾ ഉരുത്തിരിഞ്ഞത്. 2ാം പഞ്ചവത്സര പദ്ധതി ഇരുമ്പുരുക്ക് വ്യവസായ പ്രവർത്തനം ആരംഭിച്ചു. അടുത്ത ചോദ്യം, ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്. കേന്ദ്ര ബാങ്ക് റിപ്പോ റേറ്റ് 4% നിന്നും 4.25% ആക്കി ഉയർത്തി. മുകളിൽ പ്രസ്താവനയിൽ നിന്നും അർത്ഥമാകുന്നത് എന്ത്? ഇവിടെ സമൂഹത്തിൽ പണത്തിന്റെ അളവ് കൂടുതലാണ് എന്നതും വാണിജ്യ ബാങ്കുകൾ കൂടുതൽ ലോൺ പൊതുജനത്തിന് നൽകരുത് എന്നതാണ് കറക്റ്റ്. ഇന്ത്യയിൽ 2020-21 വർഷത്തിൽ മഹാരത്ന കമ്പനിയായി ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സ്ഥാപനം താഴെ പറയുന്നതിൽ ഏതാണ്? VSNL ആണ്. പുനരവലോകനം നടത്താനുള്ള ജുഡീഷ്യറിയുടെ അധികാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? മാൻഡമസ് ആണ്. 12ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ച ആശയങ്ങൾ ഏതെല്ലാം? മതേതരം, സോഷ്യലിസം എന്നിവയാണ്. താഴെ പറയുന്നവയിൽ സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെ? സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടാത്തത് തൊഴിൽ സംഘടനകളും വിദ്യാഭ്യാസവുമാണ്. വ്യാപാരവും വാണിജ്യവും പോലീസ്, ജയിൽ എന്നിവ ഉൾപ്പെടും. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. അപ്പോൾ ജോയിൻ ചെയ്യുക. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ കോഴ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.